അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിനെ പുറത്തേക്ക് ആക്കിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. വാതിലടച്ചിട്ട് എല്ലാവരും തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. നമ്മുടെ സച്ചി രേവതി അത് കാണുന്നുണ്ട്. എന്തായാലും സച്ചി വേഗം ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, പോട്ടടാ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം സഹിക്കാൻ പറ്റാതെ നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മടിയിലൊക്കെ കടന്ന് കരയുന്നുണ്ട്. നമ്മുടെ സച്ചി കുറേ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ശ്രുതിക്കാണെങ്കിൽ വിഷമം മാറുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവി ആണെങ്കിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വീടിൻ്റെ ബോർഡൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ചന്ദ്രസുതിയോട് പറയുന്നുണ്ട്, നീ അവളെ എത്രമാത്രം സ്നേഹിച്ചു, ജീവനെ തുല്യം സ്നേഹിച്ചു, ഒന്നും അറിയാതെ. പക്ഷേ അവൾക്ക് അവളോട് മാത്രമേ സ്നേഹമുള്ളൂ. അവളുടെ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ ഇവിടെ നിന്നിരുന്നത്. നിന്നോട് അവൾക്ക് ഒട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതിയോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. പിന്നെയും ചന്ദ്ര പറയുന്നുണ്ട്, അന്ന് അവൾ പോയിക്കോട്ടെ എന്ന്, ആ വഴി തന്നെ പോയിക്കോട്ടെ വിചാരിച്ചാൽ മതിയായിരുന്നു. പിന്നെയും നമ്മൾ വിളിച്ച് വരുത്തിയതാണ് തെറ്റ് പറ്റിയത്. ഇനി ഞാൻ ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല. എനിക്ക് ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം തായോ, ഞാൻ നിനക്ക് വേറൊരു നല്ല പെൺകുട്ടിയെ നോക്കിയിട്ട് കല്യാണം കഴിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശ്രുതി കേൾക്കുമ്പോൾ വല്ലാതെ ഞെട്ടുണ്ട്. കാരണം ശ്രുതിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.